ഹലോ ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രോഗ്രാം എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെ പാസ്വേഡ് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്യുമ്പം ഈ പ്രോഗ്രാം നമുക്ക് പുതിയൊരു പാസ്വേഡ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് പ്രോഗ്രാമിലോട്ട് നേരിട്ട് കിടക്കാം. നമുക്ക് ആദ്യമായിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം, പാസ്വേഡ് സ്ട്രിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാസ്വേഡ് സ്ട്രിങ്ങിൽ നിന്നായിരിക്കും നമ്മൾ ഈ അക്ഷരങ്ങൾ ഏതൊക്കെ അക്ഷരമാണോ പാസ്വേഡ് നിങ്ങൾക്ക് വേണ്ടത് അത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എത്ര ക്യാരക്ടറോ വേണോ, ആൽഫാനോമറിക് വാല്യൂ, സ്പെഷ്യൽ ക്യാരക്ടർ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. അപ്പർ കേസ്, ലോവർ കേസ്, ലെറ്റേഴ്സ് ഒക്കെ ഉൾപ്പെടുത്താം. അപ്പോൾ അതെല്ലാം കൂടെ മിക്സപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പാസ്വേഡ് സ്ട്രിങ് ജനറേറ്റ് ചെയ്യുക. ദെൻ അടുത്തായിട്ട് നമുക്കൊരു പാസ്വേഡ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. സോ പാസ്വേഡ്, ഇതിനകത്താണ് നമ്മൾ പാസ്വേഡ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി പാസ്വേഡിന് എത്ര ലെങ്ത് വേണം, ഈ പാസ്വേഡ് ലെങ്ത് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ എട്ടാണോ 8 ലെറ്റേഴ്സുള്ള പാസ്വേഡാണ്, 10 ലെറ്റേഴ്സാണ്, അത് നിങ്ങൾക്കിവിടെ മാറ്റം നമുക്ക് വരുത്തിയാൽ മതിയാവും. അതിനുശേഷം നമ്മളൊരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. i = 0, i less than പാസ്വേഡ് ലെങ്ത്ത്, കാരണം എത്ര അക്ഷരം ഉണ്ട് അത്രയും പ്രാവശ്യം ലൂപ്പ് ചെയ്താൽ മതി. +i++ കൊടുത്തിട്ട് ഓരോ അക്ഷരം വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുക. അപ്പം 8 പ്രാവശ്യം ഈ ലൂപ്പ് വർക്ക് ചെയ്യും. അപ്പം നമുക്ക് 8 അക്ഷരം നമ്മുടെ ഈ പാസ്വേഡ് എന്ന് പറയുന്ന ഇതിനകത്തോട്ട് സ്റ്റോർ ചെയ്യപ്പെടും. സോ പാസ്വേഡ് += ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഈ പാസ്വേഡ് സ്ട്രിങ്ങിൽ നിന്നാണല്ലോ പാസ്വേഡ് എടുക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി പാസ്വേഡ് string.charAt എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. അതായത് ഈ charAt ഉപയോഗിക്കുന്നത് അതിനകത്തൊരു നമ്പർ പറഞ്ഞു കൊടുത്താൽ ആ നമ്പറിനകത്ത് നിന്ന്, ഇപ്പോൾ ഉദാഹരണം ഈ പൊസിഷൻ 0 to ഇതിൻ്റെ ലെങ്ത്ത്, ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തിനിടയ്ക്കുള്ളൊരു നമ്പർ പറഞ്ഞു കൊടുത്താൽ ആ നമ്പർ അത് എടുത്തിട്ട് ഈ പാസ്വേഡ് എന്ന സ്റ്റോർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ 6 എന്നോ അല്ല ഇപ്പോൾ 10 എന്ന് പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് 10th പൊസിഷനുള്ളൊരു നമ്പർ ജനറേറ്റ് ചെയ്യും ഇങ്ങനെ. അതായത് 1 2 3 4 5 6 7 8 9 10. അപ്പോൾ അത് 9 എന്നുള്ളൊരു നമ്പർ അത് റിട്ടേൺ ചെയ്ത് തരും. അതുപോലെ തന്നെയാണ് ഇങ്ങോട്ട് പറയുമ്പോൾ ഈ charAt ഉപയോഗിക്കുന്നത്. ഈ ഒരു സ്ട്രിങ്ങിനകത്തുനിന്ന് ഒരു പർട്ടിക്കുലർ പൊസിഷനിലുള്ള ഒരു ക്യാരക്ടർ അത് റിട്ടേൺ ചെയ്യും. അപ്പോൾ അത് നമ്മൾ പാസ്വേഡ് എന്ന് പറഞ്ഞ ഈ വേരിയബിൾ സ്റ്റോർ ചെയ്ത് അങ്ങനെ 8 പ്രാവശ്യം അല്ലെങ്കിൽ 10 പ്രാവശ്യം ഇത് എത്ര പ്രാവശ്യമാണ് ലൂപ്പ് ചെയ്യുന്നത് അത്രയും പ്രാവശ്യം അത്രയും ക്യാരക്ടർ പാസ്വേഡിൽ സ്റ്റോർ ചെയ്യും. അതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ അതിനായിട്ട് നമുക്കിനി ഒരു റാൻഡമായിട്ട് എടുക്കണം, എങ്കിലേ നമുക്കത് പാസ്വേഡ് ഇവിടുന്ന് ഈ പാസ്വേഡ് സ്ട്രിങ്ങിൽ നിന്ന് റാൻഡമായിട്ടായിരിക്കണം ആ ക്യാരക്ടർ എടുക്കേണ്ടത്. എങ്കിലേ നമുക്കൊരു പാസ്വേഡ് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ഒരേ പാസ്വേഡ് ആയിരിക്കും അത് ജനറേറ്റ് ചെയ്യുന്നത്. സോ അതിനുവേണ്ടി നമുക്ക് മാത്തിനകത്ത് ഫ്ലോർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനുണ്ട് റൗണ്ട് ചെയ്യാനായിട്ട്. അതുകൂടാതെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ Math.random ആണ്. ഈ റാൻഡം ഫംഗ്ഷന് നമ്മൾ പൊസിഷൻ ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തിനെ കൊണ്ട് പാസ്വേഡ് സ്ട്രിങ് ഉണ്ടല്ലോ അതിൻ്റെ ലെങ്ത്ത്, അതായത് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ അതിൻ്റെ നമ്പർ അത് റിട്ടേൺ ചെയ്യും. അതുമായിട്ട് ഈ Math.random മൾട്ടിപ്ലൈ ചെയ്യും. സോ അത് ജനറേറ്റ് ചെയ്യുന്നത് എപ്പോഴും 0യ്ക്കും ഇതിൻ്റെ ലെങ്ത്തിനിടയ്ക്കുള്ളൊരു നമ്പറായിരിക്കും. അതായത് ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ പൊസിഷന് ഈ ക്യാരക്ടറിൽ ഏതെങ്കിലും ഉള്ളൊരു പൊസിഷനായിരിക്കും അത് റിട്ടേൺ ചെയ്യും ഇവിടോട്ട്. സോ അതിനകത്തുനിന്ന് ഈ പോയിൻ്റ് ഡെസിമൽ ഫ്രാക്ഷണൽ പാർട്ട് റിമൂവ് ചെയ്ത് ഇൻറ്റിജറായിട്ടായിരിക്കും അത് ഇതിന് ക്യാരക്ടറേറ്റിന് കൊടുക്കുക. ആ ഡ്യൂട്ടിയാണ് Math.floor ചെയ്യുന്നത്. എന്നിട്ട് ആ അക്ഷരം എടുത്ത് പാസ്വേഡിനകത്ത് സ്റ്റോർ ചെയ്യും. ഇത്രയുമാണ് ഫംഗ്ഷൻ. ഇനി നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അതുകൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന പാസ്വേഡ് നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. document.write പാസ്വേഡ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ 10th അക്ഷരമുള്ള പാസ്വേഡ് കൊടുക്കും. നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാം. സോ നമുക്കിവിടെ ഒരു പാസ്വേഡ് ജനറേറ്റ് ചെയ്യാം. നമുക്ക് ഓരോ പ്രാവശ്യം റീഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഡിഫറെൻറ്റ് പാസ്വേഡുകൾ. നമുക്കിവിടെ ലെങ്ത്ത് എത്ര വേണേലും കൂട്ടിയോ കുറച്ചോ കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്തിട്ട് നമ്മൾ റീഫ്രഷ് ചെയ്താൽ നമുക്ക് കണ്ടോ ഡിഫറെൻറ്റ് ലെങ്ത്തിലുള്ള പാസ്വേഡ് അത് ജനറേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം, റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇങ്ങനത്തെ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ളതിന് ഒരു ഇൻസ്പിറേഷനാകും. താങ്ക് യു ഫോർ വാച്ചിങ്.